ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ 9ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. എല്ലാവരും വെക്കേഷൻ അടിപൊളിയായി തന്നെ എൻജോയ് ചെയ്യേണ്ടി വിചാരിക്കണം. അടുത്ത SSLC അല്ലേ? അപ്പോൾ SSLC നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ ഈ കൊല്ലം ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറേ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഒന്ന് മാറുന്ന പരിപാടിയാണ് ഇപ്രാവശ്യം. ഈ മാറിയ ടെക്സ്റ്റ് ബുക്കിൽ IUPAC നെയിമിംഗ് പറയുന്ന പരിപാടി ഉണ്ടെങ്കിൽ, IUPAC നെയിമിംഗ് ഉണ്ടെങ്കിൽ അതെങ്ങനെ സിമ്പിളായി ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. IUPAC നെയിമിംഗ് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഹൈഡ്രോ കാർബൺസിനെ നെയിം ചെയ്യണ പരിപാടിയാണെന്ത് ഈ IUPAC നെയിമിംഗ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് എന്ത് വിളിക്കുക, ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുക. അവരെ നെയിം ചെയ്യണ പരിപാടിയാണ് ഈ IUPAC നെയിമിംഗ്. ഓക്കെ, ഈ IUPAC നെയിമിംഗ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്പർ ഓഫ് കാർബൺ ആറ്റം ശ്രദ്ധിക്കണം. പിന്നെ ഒന്ന്, ബോണ്ട് ടൈപ്പ് ശ്രദ്ധിക്കണം. ഓക്കെ, കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ശ്രദ്ധിക്കുക. ആ കോമ്പൗണ്ടിൽ ഒരു ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട് നമ്മൾ എടുക്കുമ്പോൾ ആ ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു കാർബണാണ് ആ കോമ്പൗണ്ടിലുള്ളതെങ്കിൽ വേർഡ് റൂട്ട് എന്താണ്, മെത്താണ് വേർഡ് റൂട്ട്. 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എത്താണ്, 3 ഉണ്ടെങ്കിൽ പ്രൊപ്പാണ്. അങ്ങനെ കാർബൺ ആറ്റങ്ങളുടെ നമ്പറിനനുസരിച്ച് ആ കോമ്പൗണ്ടിൻ്റെ പേര് മാറും. ഓക്കെ, ഇത് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അടുത്തേക്ക് പോകാം. ബോണ്ട് ടൈപ്പ്. ഓക്കെ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്നിങ്ങനെ 3 ബോണ്ട് ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ വഴി ഇത് ഓരോന്നും പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് ഇതാണൊരു ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ടാണ്. നമുക്ക് ഇതിൻ്റെ IUPAC നെയിമിംഗ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ IUPAC നെയിമിംഗ് ചെയ്യാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം നമ്പർ ഓഫ് കാർബൺ ആറ്റം ശ്രദ്ധിക്കണം, പിന്നെ ബോണ്ട് ടൈപ്പും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കാം. കാർബൺ ആറ്റം പറഞ്ഞാൽ അതിപ്പോൾ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഈ C എന്ന് കണ്ടോ, ഈ 2 C ഇതാണ് കാർബൺ ആറ്റം. അതായത് C ആണ് കാർബൺ. ഈ എത്ര C ഉണ്ട് ഒരു കോമ്പൗണ്ടിൽ, എത്ര C ഉണ്ട് നോക്കിയാൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര C ഉണ്ട്? ഇവിടെ ഒരു C ഉണ്ട്, ഇവിടെ ഒരു C ഉണ്ട്. ഇപ്പോൾ എത്ര മൊത്തം 2 C ഉണ്ട്. അപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ കഴിഞ്ഞു. ഇനി എന്താ നോക്കേണ്ടത്? ബോണ്ട് ടൈപ്പ് നോക്കണം. ഈ CH, ഇവിടെ ഒരു CH, ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഹൈഫൺ പോലത്തെ ഒരു സാധനം കാണും, ഒരു വര. ഓക്കെ, ഒരു വര. ഈ വര ഒരെണ്ണാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിംഗിൾ ബോണ്ട് എന്ന് വിളിക്കുക. ഇവിടെ 2 വര ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ ഡബിൾ ബോണ്ട് എന്നും, 3 വര ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്നും നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ബോണ്ട്? ഇവിടെ സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ സിംഗിൾ ബോണ്ടാണെങ്കിൽ നമ്മുടെ ടേബിൾ അനുസരിച്ച് എയിനാണ് ചേർക്കേണ്ടത്. സിംഗിൾ ബോണ്ടാണെങ്കിൽ എന്ന സംഭവമാണ് അതിൻ്റെ അവസാനം ചേർക്കേണ്ടത്. അത് വെറുതെ നിങ്ങളൊന്ന് ക്ലാരിറ്റി വരുത്തുക. മൊത്തം ഇപ്പം തന്നെ ബൈ ഹാർട്ട് പഠിച്ച് അങ്ങനെ ആക്കണ്ട. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? നമ്പർ ഓഫ് കാർബൺ ആറ്റം ശ്രദ്ധിച്ചു, 2 ഉണ്ട്. ഓക്കെ, പിന്നെ ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പേര് ഇടാലോ. ഇനി IUPAC നെയിമിംഗ് ചെയ്യാൻ നമുക്ക് 2 കാർബൺ ആറ്റമാണ്. ഓക്കെ, 2 കാർബൺ ആറ്റം ആകുമ്പോൾ വേർഡ് റൂട്ട് എത്തുന്നാണ്. അതായത് 2 കാർബൺ ആറ്റം, അപ്പോൾ എത്തുന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ നേരെ പോകുന്നു, എത്തുന്ന് എഴുതണം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ സിംഗിൾ ബോണ്ടല്ലേ, സിംഗിൾ ബോണ്ട് ആകുമ്പോൾ നമുക്ക് എന്താ ചേർക്കേണ്ടത്? എയിനാണ് ചേർക്കേണ്ടത്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആകുമ്പോൾ എയിനാണ് ചേർക്കേണ്ടത്. അപ്പോൾ എയിൻ അവിടെ പോയി എഴുതാം. ഇതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ വായിക്കുക? ഈതെയിൻ എന്നാണ് വായിക്കുക. ഓക്കെ, ഈ കോമ്പൗണ്ടിൻ്റെ പേര് ഈതെയിൻ. കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. കുറച്ച് ഡൗട്ട് ഇപ്പോഴും ഉണ്ടാവും. നമുക്ക് കുറച്ചും കൂടി ചോദ്യങ്ങളിലൂടെ ആ ഡൗട്ട് മൊത്തം തീർക്കാം. ഓക്കെ, അടുത്ത ചോദ്യം പഠിച്ചു. കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ ചോദ്യമാണ്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള നെയിമിംഗ് ആണ് ചെയ്യണത്. ഓക്കെ, ഇതിന് തന്നെ കുറേ വ്യത്യാസങ്ങളുള്ള ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എത്രത്തോളം വ്യത്യാസം വരുന്ന അറിയാത്തതുകൊണ്ട്
നമ്മളെന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസ് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കിട്ടും. ഓക്കെ, ഈ കോമ്പൗണ്ട് പിടിച്ചോ. ഇതിന് IUPAC നെയിമിങ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? 2 കാര്യങ്ങൾ തന്നെ നോക്കണം. നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയുണ്ട് നോക്കണം, ബോണ്ട് ടൈപ്പ് നോക്കണം. എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ട്? ഇവിടെ 1 എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. 3 കാർബൺ ആറ്റം ഉണ്ട്. പക്ഷെ ഇവിടെ ബോണ്ട് ഏതാ? ഇവിടെ ബോണ്ട് നോക്കി 2 വരയുണ്ട് അല്ലേ? 2 വരയുണ്ടെങ്കിൽ അതെന്താ? അത് ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുമ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ കോമ്പൗണ്ടിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് നെയിം ചെയ്യണം, നമ്പർ ചെയ്യണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് നമ്പർ ചെയ്യണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്ക് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുക പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് 1 2 3 ഇട്ട് കൊടുക്കണം. ഓക്കെ, 1 2 3. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്ക് എന്താണ് 1 2 3 ഇട്ട് കൊടുക്കണം. അപ്പോൾ റൈറ്റിൻ്റെ അറ്റത്ത് എന്ത് എഴുതണം? റൈറ്റിൻ്റെ അറ്റത്ത് 1 തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് 1 2 3 1 2 3. ഓക്കെ, ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ഏത് 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഏത് 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് എന്ന് നോക്കുക. ഏത് 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിലാണ്? ഇതാണ് ഒരു കാർബൺ ആറ്റം. അപ്പോൾ ഇതിൻ്റെ ഇടയിലല്ലേ ഈ ഡബിൾ ബോണ്ട്? ഇവർ 2 പേരുടെ ഇടയിലാണ് ഡബിൾ ബോണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ഇവനെ വേണ്ട, തൽക്കാലം ഇവനെ ഒഴിവാക്കാം. നമ്മുടെ കയ്യിൽ ബാക്കി എന്താണ്? നമ്മുടെ കയ്യിൽ ബാക്കി ഇതുണ്ട്. ഇനി എന്ത് ചെയ്യുക? അതായത് ഡബിൾ ബോണ്ടുള്ള കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറവ് നമ്പർ വരണത് നിങ്ങൾ എടുക്കണം. ഏറ്റവും കുറവ് നമ്പർ. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്ക് നെയിം ചെയ്തപ്പോൾ നമുക്ക് എന്താ 2 3 കിട്ടി. അതിലേറ്റവും ചെറുത് 2. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് നമ്മൾ നമ്പർ ചെയ്തപ്പോൾ എന്താ കിട്ടിയേ? 1 2 കിട്ടി. അതിലേറ്റവും ചെറുതാരാ? 1. ഇതിൽ ചെറുത് 2, ഇതിൽ ചെറുത് 1. ഏറ്റവും ചെറുതാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുത് 1 അല്ലേ? നമുക്ക് 1 എടുക്കേണ്ടത്. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ ഒന്ന് റിവൈൻഡ് അടിച്ച് കാണാം, അല്ലെങ്കിൽ എന്താണ് രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കാം. രണ്ടാമത്തെ മെത്തേഡ് സിമ്പിളാണ്. ഈ മുകളിലത്തെ 2 ആളെയും ഈ താഴത്തെ 2 ആളെയും തമ്മിൽ പരസ്പരം കൂട്ടുക. അതായത് 1 + 2 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് 3 കിട്ടും. ഓക്കെ, ഇവരെ മാത്രം. ഇനി താഴത്തെ അതുപോലെ ചെയ്യുക, താഴത്തെയും കൂട്ടുക. 3 + 2 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ 5 കിട്ടും. ഇതിൽ ഏറ്റവും ചെറിയ ആളെ നമുക്ക് വേണ്ടത്. ഓക്കെ, 1 2 കൂടി കൂട്ടിയാൽ 3 കിട്ടിയത്. 3 2 കൂടി കൂട്ടിയാൽ 5 കിട്ടിയത്. ഏതാ ചെറുത്? 3 അല്ലേ ചെറുത്? അപ്പോൾ നമുക്ക് 3 എടുക്കാം. അതായത് 3 കിട്ടുക പറഞ്ഞാൽ ഈ 1 2 എടുക്കാം. കാരണം 3 എങ്ങനെയാണ് കിട്ടിയത്? 1 2 കൂടി കൂട്ടിയിട്ടാണ് 3 കിട്ടിയത്. ഏറ്റവും ചെറിയ ആളെ എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ചെറിയ ആളെ കിട്ടിയില്ല, ഈ 1 2 ഇതിൽ ചെറിയ ആളെ എടുക്കണം. 1 2 നമുക്ക് കിട്ടി. ഇതിലാരെ എടുക്കേണ്ടത്? നമുക്ക് ഒരൊറ്റ നമ്പറേ വേണ്ടൂ. ഇതിലെടുക്കേണ്ടത് ഇതിലെ ഏറ്റവും ചെറിയ ആളേനെ. ഇതിലെ ഏറ്റവും ചെറിയ ആളാരാ? 1 അല്ലേ? 2 ആണോ വലുത്? 1 ആണോ വലുത്? 2 ആണ് വലുത്. അപ്പോൾ നമ്മൾ 1 എടുക്കും. ഏറ്റവും ചെറിയ ആളെ നമ്മൾ എടുക്കണം. ഓക്കെ, പിന്നെ ഇവിടെ അപ്പോൾ അത് ശ്രദ്ധിച്ചു. നമ്പറിങ് ഘട്ടം കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് കാർബൺ ആറ്റം ചെക്ക് ചെയ്തു, നമ്മൾ നമ്പറിങ് ചെയ്തു. ഇനി എന്താണ്? ബോണ്ട് ടൈപ്പ് ശ്രദ്ധിക്കാം. ബോണ്ട് ടൈപ്പ് ഏതാ? ഡബിൾ ബോണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് ആകുമ്പോൾ എന്താ ചേർക്കേണ്ടത്? ഡബിൾ ബോണ്ട് ആകുമ്പോൾ നമ്മൾ ഈന് ചേർക്കണു. അതുപോലെ നമ്പർ ഓഫ് കാർബൺ ആറ്റം 3 ആയതുകൊണ്ട് നമ്മളെന്താണ്? പ്രൊപ്പ് ചേർക്കണം. ഓക്കെ, നമ്പർ ഓഫ് കാർബൺ ആറ്റം 3 ആണ്. അപ്പോൾ നമ്മൾ പ്രൊപ്പ് എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ പരിപാടി അങ്ങോട്ട് തീർത്ത് വയ്ക്കുക. ഓക്കെ, പ്രൊപ്പ് എന്ന് എഴുതണം. അടുത്ത നമുക്ക് എഴുതേണ്ടത് ഈ 1 ഏറ്റവും ചെറിയ ആളെ നമുക്ക് കിട്ടിയില്ലേ? ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റങ്ങളിൽ ഒരു കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറവ് നമ്പർ ഉള്ളത് ആരാണ്? 1 ഏറ്റവും കുറഞ്ഞ നമ്പർ ആർക്കാണ്? 1 ഇവനെയാണ് നമുക്ക് അടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഒരു ലെറ്ററും ഒരു നമ്പറും തമ്മിലിടുമ്പോൾ ഒരു ലെറ്ററും ഒരു നമ്പറും തമ്മിലിടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഒരു ഹൈഫൺ മസ്റ്റായിട്ടും വേണം. ഒരു നമ്പറിനെയും ഒരു ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹൈഫൺ ഉപയോഗിക്കുക. അത് മസ്റ്റായിട്ട് വേണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ 1 ഇട്ടു. അടുത്ത എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബോണ്ട് ടൈപ്പ് ശ്രദ്ധിക്കണം. ബോണ്ട് ടൈപ്പ് ഏതാ നോക്കാം. ഇവിടെ ഏതാണ്? ഡബിൾ ബോണ്ട് അല്ലേ? ഇപ്പോൾ ഡബിൾ ബോണ്ട്.
ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് എന്താണ് ഈനാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈനെന്ന് എഴുതാം. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്പറും ഒരു ലെറ്ററും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ എപ്പോഴും എന്ത് ഉപയോഗിക്കുക? ഹൈഫൺ ഉപയോഗിക്കുക. ഓക്കെ, ഹൈഫൺ മസ്റ്റാണ്, ഇട്ടില്ലെങ്കിൽ മാർക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഈ കോമ്പൗണ്ടിൻ്റെ, അതായത് ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് പ്രൊപ്പ് 1E. ഓക്കെ, ഈ കോമ്പൗണ്ടിൻ്റെ പേര് പ്രൊപ്പ് 1E എന്നാണ് കേട്ടോ ഇതിനെ വായിക്കുക. ഓക്കെ, കുറച്ചും കൂടി ക്ലാരിറ്റി വരുന്നുണ്ട് കാര്യങ്ങൾക്ക്. ഓക്കെ, ആദ്യത്തെ ഒരു ഡൗട്ട് മാറി. ഇനി എന്താണ്? ഒരു ചോദ്യം കൂടി ചെയ്യാം. ഓക്കെ, ഒരു ചോദ്യം കൂടി ചെയ്യാം. അപ്പോൾ ഓക്കെ, ബോസ് ലെവൽ, ഫൈനൽ ലെവൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവൻ്റെ നെയിമാണ് വേണ്ടത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ നോക്കണം. കാർബൺ ആറ്റം ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 1 2 3 4 4 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെ ഏതാ ബോണ്ട്? ട്രിപ്പിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്പറിങ് ചെയ്യണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്ത് കൊടുക്കാം. 1 2 3 4 1 2 3 4. ഇനി ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആർക്കിടയിലാണ് നോക്കണം? ഏത് 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിലാണ് ട്രിപ്പിൾ ബോണ്ട് നോക്കണം? ഏത് 2 എണ്ണത്തിൻ്റെ ഇടയിലാണ്? ഈ 2 എണ്ണത്തിൻ്റെ ഇടയിലാണ്. ഓക്കെ, ഇവൻ്റെ ഇടയിലാണ് എന്ത് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. നമുക്ക് തൽക്കാലം എന്താണ് ഇവരെയൊക്കെ അങ്ങ് സൈഡിലേക്ക് മാറ്റി നിർത്താം. ഓക്കെ, ഇവരെ വേണ്ട. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും കുറവ് നമ്പർ കാർബൺ ആറ്റത്തിന് വരണ പോലെ നമ്മൾ എടുക്കണം. ഏറ്റവും കുറവ് നമ്പർ വരണം. ഇതിലേതാ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ 3 4 കിട്ടി. അതിലും ചെറുതല്ലേ 1 2? അതിലും ചെറുതാണ് 1 2. ഇവരിൽ ആരെയും എടുക്കേണ്ടത്? ഏറ്റവും ചെറിയ ആളെ എടുക്കണം, 1 എടുക്കണം. അതായത് ഒരു കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുമ്പോൾ എടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2 കൂടി കൂട്ടാം. 1 2 കൂടി കൂട്ടിയാൽ 3 കിട്ടി. 4 3 കൂടി കൂട്ടിയാൽ 7 കിട്ടി. ഇതിലേതാ ഏറ്റവും ചെറിയ ആൾ? ഏതാ? 3 ആണ് ഏറ്റവും ചെറിയ ആൾ. അപ്പോൾ നമ്മൾ 1 2 എടുത്തു. 1 2 എടുത്തു. ഇതിൽ ഏറ്റവും ചെറിയ ആൾ എടുക്കുക. അപ്പോൾ 1 എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലായി. 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ 4 എന്നുള്ള നമ്പർ ഓർത്ത് വയ്ക്കുക. പിന്നെന്താണ്? 1 എന്നുള്ള നമ്പർ ഓർത്ത് വയ്ക്കുക, കാരണം ഏറ്റവും ചെറിയ നമ്പർ. പിന്നെന്താണ്? ട്രിപ്പിൾ ബോണ്ടാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ട്രിപ്പിൾ ബോണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ എടുത്ത് എഴുതിയാൽ മതി, കഴിഞ്ഞു. ഓക്കെ, 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്തായിരിക്കും പേര്? ബ്യൂട്ട് എന്നായിരിക്കും പേര്. ഓക്കെ, 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ബ്യൂട്ട് എന്നായിരിക്കും പേര്. നമ്മൾ എന്ത് ചെയ്യുക? ബ്യൂട്ട് എന്ന് എഴുതുക. ബ്യൂട്ട് എന്ന് എഴുതണോ? അടുത്ത നമ്മൾ ആരെയും എഴുതാൻ പോണേ? അടുത്ത നമ്മൾ എഴുതാൻ പോണെങ്കിൽ 1 അപ്പോൾ 1 പറഞ്ഞൊരു നമ്പറല്ലേ. അപ്പോൾ നമ്പറും ലെറ്ററിൻ്റെ ഇടയിൽ ആരെയിടണം? നമ്പറിൻ്റെ ലെറ്ററിൻ്റെ ഇടയിൽ ഹൈഫൺ എന്തായാലും ഇടണം. ഓക്കെ, മറന്നു പോകരുത്. ഇനി എന്ത് ചെയ്യുക? പൊസിഷൻ എഴുതണു. നമ്മൾ ഏറ്റവും ചെറിയ ആളെ എഴുതണു 1. ഓക്കെ, ഇവിടെ എപ്പോഴും 1 വരണമെന്നില്ല. ഈ ചോദ്യത്തിൽ ട്രിപ്പിൾ ബോണ്ടുള്ള ഏറ്റവും ചെറിയ കാർബൺ ആറ്റം 1 ആയതുകൊണ്ടാണ് നമ്മൾ 1 എടുത്തത്. ഓക്കെ, എപ്പോഴും 1 വരണമെന്നില്ല. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, അപ്പം എന്താണ് ഇനി എന്താണ് അടുത്ത് എഴുതാൻ പോണത്? നമ്മൾ ട്രിപ്പിൾ ബോണ്ടാണ് എഴുതാൻ പോണത്. അതെന്താണ്? ഒരു ലെറ്റർ അല്ലേ. അപ്പം എന്താണ്? ഹൈഫൺ ഇടുക. ഹൈഫൺ ഇട്ടു. ഇനി എന്താ ചെയ്യേണ്ടത്? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താ വരിക? ഐനാണ് വരിക. ഓക്കെ, നിങ്ങൾക്ക് ആ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ഐനാണ് വരിക. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? ഈ കോമ്പൗണ്ടിൻ്റെ പേര് ബ്യൂട്ട് 1 ഐൻ എന്നാണ് വായിക്കുക. ഓക്കെ, ഈ കോമ്പൗണ്ടിൻ്റെ പേര് ബ്യൂട്ട് 1 ഐൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ IUPAC നെയിമിംഗ് പറഞ്ഞ ഒരു സെക്ഷൻ നമ്മൾ ഇവിടെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നെയിമിംഗ് പരിപാടികൾ നമ്മൾ ഇന്നിവിടെ തീർത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഈ ക്ലാസ് ഞാൻ വിചാരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഒരു ചോദ്യം കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചാലഞ്ചർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ചാലഞ്ചർ ക്വസ്റ്റ്യൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നിങ്ങൾ ഇതിൻ്റെ പേര്, ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ഈ കോമ്പൗണ്ടിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ ക്ലാസ് ഇഷ്ടമായോ, ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു അതും കൂടി ഇടുക, നിങ്ങളുടെ അഭിപ്രായം ഇടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.